ആദ്യം വയനാട്ടിലേക്ക് പോകാം. കമൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കമൽ, വയനാട് വലിയ തോതിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴ പെയ്യുന്നുണ്ട്, മണ്ണിടിച്ചിലുണ്ട്. എല്ലാ അംഗനവാടികളും ട്യൂഷൻ സെന്ററുകളും ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും അവധിയുമുണ്ട്. എന്താണ് ജില്ലയിലെ ഒരു പൊതു സാഹചര്യം? മാധു, ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഞാൻ പനമരത്തിനടുത്ത ചീക്കല്ലൂർ എന്ന സ്ഥലത്താണ് ഉള്ളത്. ചീക്കല്ലൂരിൽ കണിയാമ്പറ്റ പഞ്ചായത്തിലെ ചീക്കല്ലൂരിലുള്ള പടിഞ്ഞാറേ വീട് എന്ന ഒരു വീടാണിത്. വീടിന് ചുറ്റും വെള്ളമാണ്. അവിടെ താമസിക്കുന്ന ആദിവാസി കുടുംബമാണ് നമ്മളോടൊപ്പം ഉള്ളത്. വാസുദേവനും അദ്ദേഹത്തിൻ്റെ മക്കളുമാണ് താമസിക്കുന്നത്. വീടിന് ചുറ്റും വെള്ളമായി. നമുക്ക് തന്നെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നമ്മളോട് ഇവിടെ നിന്നാണ് സംസാരിക്കുന്നത്. എന്താണ് നിങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നല്ലേ? ഇല്ല, ആരും ഇതുവരെ വിളിച്ചിട്ട് പോലുമില്ല. മെമ്പറും പ്രൊമോട്ടറും ഇതുവരെ വിളിച്ചിട്ടില്ല. അവർക്കറിയാം, കറക്റ്റായിട്ട് അറിയാം ഞങ്ങൾ വീട് നിൽക്കുന്ന സ്ഥലവും. പിന്നെ എല്ലാവർക്കും അറിയാം. മെമ്പർ സുജേഷ് മെമ്പറിന് അറിയാം, പിന്നെ പ്രൊമോട്ടർ ഹരിക്കും അറിയാം. അവർ കണക്കെടുപ്പിനൊക്കെ ഇവിടെ വരുന്നതാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്നവർക്ക് അറിയാം. 24 വർഷത്തോളമായി ഈ വീട് പണിയെടുത്തിട്ട് ഇപ്പോൾ ഫുള്ളും പിന്നെ വീടൊക്കെ ചോർച്ചയാണ്. ഇത് നിങ്ങൾ ഒരു കുടുംബം മാത്രം എങ്ങനെ ഇവിടെ ആയിപ്പോയത്? അത് വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് അച്ഛൻ്റെ സ്ഥലമായിരുന്നു വീട്. അവിടെയൊക്കെ ഒരു വീട് കെട്ടിയതാണ്. വേറെ വീട് എനിക്ക് എവിടെ ഇല്ലായിരുന്നു. എല്ലാ വർഷവും ഇങ്ങനെ വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാവലുണ്ടോ? ആ, ഉണ്ട്. കയറി വരി. എന്താണ് എല്ലാ വർഷവും മാറി താമസിപ്പിക്കേണ്ട വരുമോ? പ്രളയത്തിന്റെ സമയത്തൊക്കെ എന്താ സ്ഥിതി? ഞങ്ങള് ക്യാമ്പിൽ പോക്കായിരുന്നു ആദ്യം. 2 പ്രാവശ്യമായിട്ട് 3 പ്രാവശ്യം ക്യാമ്പിൽ പോയി, 3 കൊല്ലം. പിന്നെ അതിന് ഇങ്ങോട്ട് ഞങ്ങളെ ആരും വിളിക്കലില്ല, പ്രൊമോട്ടറും വരത്തില്ല, കണക്കെടുപ്പിനൊക്കെ വരത്തുണ്ട്. പിന്നെ ഇപ്പം വെള്ളം കയറുമ്പോൾ ആരും വിളിക്കലില്ല, അന്വേഷിക്കലില്ല. എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു നിങ്ങളോട്? ഇതുവരെ പറഞ്ഞില്ല. അതല്ല, സ്ഥിരമായിട്ട് മാറ്റി പാർപ്പിക്കുന്ന സംവിധാനം ഇല്ല, പറഞ്ഞില്ല. അപേക്ഷ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കളക്ടറും കൊടുത്തിട്ടുണ്ടായിരുന്നു, പഞ്ചായത്തിൽ കൊടുത്തു. അവർ പറയുന്നത് കിട്ടൂലാണ്. പിന്നെ ആരും ഒന്നും നടപടിയൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഏട്ടന് 2 മക്കളുണ്ട്, അവരിപ്പോൾ പഠിക്കുന്നതാ. അവർ കൊല്ലം ഇങ്ങനെ വെള്ളം കയറുമ്പോൾ അവർ മാറിയാ താമസിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഏട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയി നിൽക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ, പിന്നെ അമ്മേൻ്റെ വീട്ടിൽ അങ്ങനെ പോയി നിൽക്കാറ്. എന്തായാലും വലിയൊരു ദുരിതത്തിലാണ് ഈ കുടുംബമുള്ളത്. ഇന്നലെ തൊട്ട് ഇവർ നമ്മളെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ഇവർക്ക് വീടിന് ചുറ്റും വെള്ളമാണെന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടി വേണം ഇങ്ങോട്ട് വരാൻ, വഴിയില്ല. ഏതാണ്ട് മുട്ടിന് വെള്ളത്തിലൂടെ വേണം ഇവരുടെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ തന്നെ. ഇവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന വഴിയൊക്കെ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. അത്തരത്തിൽ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. പനമരം മേഖലയിൽ വലിയ രീതിയിൽ വെള്ളം ഉയർന്നു വരുന്നുണ്ട്. കൂടുതലും പാടശേഖരങ്ങളാണ്, പക്ഷേ അതിനിടയിൽ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട വീടുകളുമുണ്ട്. അവിടെയുള്ള ആളുകളാണ് ദുരിതം അനുഭവിക്കുന്നത്. വയനാട് ഈ മീനങ്ങാടിയിൽ ഒരു മണ്ണൊഴുക്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ കമൽ, അതിന്റെ വിവരങ്ങൾ കൂടി. ഒരു സ്വിഫ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ. മധു, അത് നേരത്തെ മണ്ണെടുത്ത ഒരു കുന്നിൻ മുകളിൽ നിന്ന് മണ്ണ് ഒഴുകി ദേശീയപാതയിലേക്ക് വരികയായിരുന്നു. ചെളി മുഴുവൻ ദേശീയപാതയിൽ നിറഞ്ഞു. ആ സമയത്താണ് ബസ്സടക്കം അവിടെ ചെറിയ രീതിയിൽ അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സ് എത്തി ഗതാഗതം ചെളി വെള്ളമടിച്ച് കളഞ്ഞ ഗതാഗതം സുഗമമാക്കിയിട്ടുണ്ട്. ശരി, എം കമലാണ് വിവരങ്ങൾ നൽകിയത്.